നമസ്കാരം. ഇന്ന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ഒരു നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചതാണ് ഇന്നത്തെ ഈ സമയത്തെ പ്രധാന വാർത്ത. നിലവിലെ 10 കോടതികളിലായി 18 ഹർജികൾ പള്ളികളുടെ താഴെ ആണ് ക്ഷേത്രം അവിടെ എന്നുള്ള രീതിയിൽ സർവേ നടത്തിയത് കണ്ടെത്തി അത് ഒരു ഹൈന്ദവ ക്ഷേത്രമാക്കി മാറ്റുന്നതിനുള്ള മുന്നോടിയായിട്ടുള്ള ചില പ്രാഥമിക സർവേ, അത് ക്ഷേത്രമാണോ പള്ളിയാണോ, അതിൻ്റെ അടിയിൽ ക്ഷേത്രമുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്ന സർവേ, അമ്മാതിരിയുള്ള പരിപാടിയെല്ലാം നിർത്തിവെക്കുക. നിലവിലുള്ള എല്ലാ ഹർജികളും അവിടെ നിർത്തുക. കുറച്ച് ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. അതൊക്കെ തീരുമാനമായതിനു ശേഷം മതി. സർവേകളും ഒന്നും ചെയ്യേണ്ട. കീഴ്ക്കോടതികളിൽ ഒരു പരാതിയും എടുക്കേണ്ടതില്ല. നിലവിൽ നടക്കുന്ന എല്ലാ പരാതികളും അവിടെ നിൽക്കട്ടെ എന്ന് നിർണായകമായ ഒരു ഉത്തരവ്. നല്ലൊരു ഉത്തരവാണ്. ഇവിടെ സകല പള്ളികളുടെയും അടിയിൽ ക്ഷേത്രം മാന്തി നോക്കുന്നവർ സത്യത്തിൽ അത് ഹൈന്ദവ വിശ്വാസികളാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഹൈന്ദവ വിശ്വാസികളാണെന്നുണ്ടെങ്കിൽ എന്താണ് മതമെന്നും എന്താണ് വിശ്വാസമെന്നും കൃത്യമായിട്ട് അവർക്കറിയാം. അവർക്ക് ഇസ്ലാമെന്നോ ക്രിസ്ത്യാനിറ്റി എന്നോ ഹിന്ദു എന്നോ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അത് ഞാൻ ഈ വീഡിയോയുടെ തന്നെ മറ്റൊരു ഭാഗത്ത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്ന് നിങ്ങൾ അറിയണം. കാരണം ഇതൊരു ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഇകഴ്ത്താനോ മറ്റുള്ളവരെ താറടിക്കാനോ അല്ല. കോടതിയുടെ ഉത്തരവ് 4 ആഴ്ചയ്ക്കുള്ളിൽ കേന്ദ്ര സർക്കാർ ഇതിന് മറുപടി കൊടുക്കണം, ഒരു വിശദീകരണം സത്യവാങ്മൂലം കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് സർക്കാർ കൊടുക്കുന്നത് നമുക്ക് ചിന്തിക്കാം. ഏതായാലും എങ്ങനെയാണ് ഇത്തരത്തിൽ ആരാധനാലയത്തിന്റെ താഴെ മാന്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിന്റെ ആരാധനാലയത്തിന്റെ അടിമാന്തിക്കൊണ്ട് അവിടെ ക്ഷേത്രമാണെന്ന് പറയുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായ കാരണമുണ്ട്. ആ കാരണം ഒരു കാലത്തും നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതുമല്ല എന്നതാണ് വസ്തുത. അതിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഞാൻ ഒരുപക്ഷെ രാമക്ഷേത്രം അടക്കം ഞാൻ ഉദാഹരിച്ചേക്കാം. അത് ചരിത്രമായി നിങ്ങൾ വ്യാഖ്യാനിക്കരുത്. മനസ്സിലാക്കാൻ വേണ്ടി എൻ്റെ മനസ്സിലുള്ളത് നിങ്ങളോട് പറയാൻ വേണ്ടി മാത്രം അത് ഉപയോഗിക്കുന്നു എന്ന് കരുതിയാൽ മതി. നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. ഇന്ത്യയുടെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ, മതപരമായ വിശ്വാസപരമായ ചരിത്രം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് അവിടെ. മനുഷ്യകുലം എന്ന് തുടങ്ങിയെന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ. മനുഷ്യകുലം എന്ന് തുടങ്ങിയാലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു വിശ്വാസ സമൂഹം ജീവിച്ചിരുന്നിട്ട് ഉണ്ട്. അത് ഇന്നത്തെ ഹൈന്ദവതയുടെ മുൻ തലമുറക്കാരായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നത്തെ ഹൈന്ദവത ഹിന്ദു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അതിന്റെ മുൻ തലമുറക്കാരായിരുന്നു. അവരാരും ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ അല്ലായിരുന്നു. ആ കാര്യം ഉറപ്പാണ്. കാരണം ഇസ്ലാം മതം എന്നാണ് ഇവിടെ ആവിർഭവിച്ചെന്നും അതിനു മുമ്പ് ക്രിസ്തുവിന് ശേഷം എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ക്രിസ്തു മതം ഉടലെടുത്തതെന്നൊക്കെ നമുക്കറിയാം. അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷെ അതിനും എത്രയോ മുമ്പ് ഇവിടെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ആ സംസ്കാരത്തിന്റെ ഭാഗമായി പല നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട്. അതിൽ അന്നത്തെ വിശ്വാസ സംഹിത അനുസരിച്ചുള്ള ക്ഷേത്രങ്ങളോ മറ്റു മന്ദിരങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ മന്ദിരങ്ങളും ക്ഷേത്രങ്ങളും എല്ലാം ഒരേ നിർമ്മാണ രീതിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് ഫ്രാൻസിൽ പോയി കഴിഞ്ഞാൽ അവിടെ ക്ലാസിക് മന്ദിരങ്ങളുടെ എല്ലാത്തിനും ഒരേ ഛായയാണ്. അത് പഞ്ചായത്ത് ഓഫീസാണോ വില്ലേജ് ഓഫീസാണോ വാട്ടർ അതോറിറ്റി ആണോ എന്നൊന്നുമില്ല. എല്ലാത്തിനും ഒരേ ഛായയാണ്. കൊട്ടാരത്തിനും അതേ പണി തന്നെയാണ്. അതുപോലെയാണ് പുരാതന ഇന്ത്യയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം. അത് മുഗൾ രാജവംശം ഇവിടെ വന്നിട്ട് തുടങ്ങിയ കോട്ടയായാലും അതിനു മുമ്പ് മറ്റുള്ളവർ ഉണ്ടാക്കി വെച്ച കോട്ടയായാലും എല്ലാത്തിനും അത് തന്നെയാണ് അവസ്ഥ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാലങ്ങളായി ഇവിടെ വന്നു പോയിട്ടുള്ളവർ ഇന്ന് പ്രതിസ്ഥാനത്തേക്കുന്ന മുസ്ലിങ്ങൾ ഇന്ത്യയെ സ്നേഹിക്കുകയല്ലാതെ ഇന്ത്യയെ ഒന്നും ദ്രോഹിക്കുകയോ മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ള വസ്തുത സഹോദരങ്ങൾ മനസ്സിലാക്കണമെന്നുള്ളതാണ്. അത് മുസ്ലിമോ അല്ലെങ്കിൽ ഹിന്ദുവോ അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ പൊളിറ്റിക്കൽ ഹിന്ദുയിസം പൊളിറ്റിക്കൽ ഇസ്ലാമിസമാണ്. അത് വലിയ വിഷയമാണ്. അത് വെച്ച് മുതലെടുക്കുന്നത് രണ്ടും ഒരേ കൂട്ടർ തന്നെയാണ്. അത് അളിയനും അച്ചമ്പിയും ചേർന്നുള്ള കളിയാണ്. നമ്മുടെ രാജ്യത്തിന്റെ വിഭജനം പോലും അങ്ങനെ ഉണ്ടായതാണ് എന്ന് മനസ്സിലാക്കണം. ഇവിടെ എന്തുകൊണ്ടാണ് മുസ്ലിം ഭരണകർത്താക്കൾ ഭാരതത്തെ സ്നേഹിച്ചിരുന്നവരാണ്, ദേശീയതയിൽ ഊന്നിയവരാണെന്ന് പറയാൻ കാരണം? ഞാൻ പറയാൻ കാരണം, അവരാരും തന്നെ ഇപ്പോ ബാബർ തന്നെ പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നവരാ. അന്ന് നാട്ടുരാജ്യമാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇന്നത്തെ ഭാരതദേശത്തിനുള്ളിൽ ബാബർ ഭരിക്കുമ്പോൾ അദ്ദേഹം ഇവിടെ ജനിച്ച് ഇവിടെ വളർന്ന ആളല്ലല്ലോ. അവർ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന ആളാണ്. ഇവിടെ വന്നിട്ടുള്ള മുഗൾ ഭരണകർത്താക്കളെ ആരും തന്നെ ഇവിടെ നിന്ന് സ്വത്തുവകകൾ അടിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോയിട്ടില്ല. അവർ ഇവിടെ തന്നെ ജീവിച്ചു, ഇവിടെ തന്നെ ഭരിച്ചു, ഇവിടെ തന്നെ മരിച്ചു പോയിട്ടുള്ളവരാണ്. അല്ലാതെ ഇവിടുത്തെ സ്വത്തുവകകൾ ബ്രിട്ടീഷുകാർ കൊണ്ടുപോയതുപോലെ നിലമ്പൂർ തേക്ക് കടത്താൻ വേണ്ടിയിട്ട് റെയിൽവേ പാളം ഉണ്ടാക്കി നമുക്കറിയാമല്ലോ. കോടിക്കണക്കിന് ശതകോടികളുടെ തേക്കാണ് നിലമ്പൂരിൽ നിന്ന് കടത്തപ്പെട്ടത്. അതിനുണ്ടാക്കിയ റെയിൽവേ പാളമാണത്. നമ്മൾ ആ റെയിൽവേ പാളത്തിനോട് ഇന്നും അഭിമാനിക്കുന്നുണ്ട്. കാര്യമൊക്കെ ശരി. പക്ഷെ അത്തരത്തിൽ ഇവിടെ കൊള്ളയടിക്കാൻ വേണ്ടി മാത്രമാണ് അവർ വികസനം ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ശശി തരൂർ അവിടെ ചെന്നിട്ട് നല്ല രീതിയിൽ 4 ഡയലോഗ് അടിച്ചപ്പോൾ അവർക്ക് ഇതിന്ന് തലചോർന്നുകൊണ്ടിരിക്കേണ്ടി വന്നത്. അതൊന്ന് കാണാം. ശശി തരൂർ അന്ന് ചോദിച്ച കഥയൊന്ന് പറയാ. അതുപോലെ മറ്റു പലരും അതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയൊക്കെ അമേരിക്കയ്ക്ക് ഇവിടെ കൃത്യമായ നിലപാടെടുത്തത് അതുകൊണ്ട് തന്നെയാണ്. ഏതായാലും അവിടെ നിൽക്കട്ടെ.
ഇവിടെ ഈ മുസ്ലിം ഭരണാധികാരികൾ ഇവിടെ വന്നപ്പോൾ ബാബരി പള്ളി പണിഞ്ഞു. ആ ബാബരി പണിഞ്ഞ ക്ഷേത്രം പൊളിച്ചിട്ട് അതിന്റെ മുകളിലാണ് ബാബരി പള്ളി പണിഞ്ഞത് എന്നാണ് ആദ്യത്തെ വാദം ഉണ്ടായിരുന്നത്. അവിടെയാണ് അത് മാറ്റി ഇപ്പോൾ രാമക്ഷേത്രം പണിഞ്ഞിട്ടുള്ളത്. ഞാൻ ഇതിന്റെ രണ്ട് സ്റ്റോറിയും ഞാൻ അതിന്റെ എന്റെ വേറിട്ട ഒരു നിലയിൽ പറയാം. ആർക്കും വിഷമം വേണ്ട. ചരിത്രം പറയുമ്പോൾ, കഥ പറയുമ്പോൾ അത് ആ അർത്ഥത്തിൽ തന്നെ എടുത്താൽ മതി. എന്നെ പൊങ്കാലയിടുന്നവർക്ക് വിവരമില്ലാന്ന് ഞാൻ കരുതിക്കോളും. അത്രേ ഉള്ളൂ. നമ്മുടെ ഈ ഇന്ത്യയിൽ മുസ്ലിമും ക്രിസ്ത്യാനിയും വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അത്തരം വിഭാഗങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗങ്ങൾ ഇവിടെ ഉണ്ട്. ഇന്നത്തെ ഹൈന്ദവ വിശ്വാസത്തിൽ ഊന്നിയ അതിന്റെ മുൻ തലമുറക്കാർ, അവർ പക്ഷെ ഇന്നത്തെ പോലെ ആയിരിക്കില്ല, പക്ഷെ അവരിവിടെ ഉണ്ട്. അവരുടെ വിശ്വാസാചാരങ്ങളിൽ ക്ഷേത്രമുണ്ട്, അതുപോലെ മറ്റു മന്ദിരങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അതിന് ആകർഷമായ കൊത്തുപണികളുണ്ട്, എല്ലാം ഉണ്ട്. ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഏത് ഭാഗം കുഴിച്ചു നോക്കിയാലും, ഒരുപക്ഷെ ഇന്ന് പുതിയ പാർലമെന്റ് മന്ദിരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആ അകത്തളം കുഴിച്ചു നോക്കിയാൽ അവിടെയും ഉണ്ടാകും ഒരു പുരാതന ഒരു ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ അതുപോലെ ഉള്ള ഒരു മന്ദിരത്തിന്റെ അവശിഷ്ടം. അത് ക്ഷേത്രത്തിൻ്റെതാണോ മറ്റേതെങ്കിലും മന്ദിരത്തിൻ്റെതാണോ എന്ന് നമുക്കറിയാൻ കഴിയില്ല. കാരണം അന്നത്തെ നിർമ്മാണ രീതികളെല്ലാം അങ്ങനെയാണ്, ഒരുപോലെയാണ്. എന്നാൽ അവിടെ ഉണ്ടാവും. അങ്ങനെയല്ലാത്ത ഒരു ഇഞ്ച് ഭൂമി ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടാവും, ഭാരതത്തിൽ എവിടെയെങ്കിലും, ഇൻക്ലൂഡ് കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് കരുതേണ്ടതില്ല. ഇപ്പൊ എന്റെ വീടിന്റെ തൊട്ടടുത്ത് മിനി ഊട്ടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ വലിയൊരു മലയുണ്ട്. ആ മലയുടെ മുകളിൽ പഴയ കാലത്ത് ഒരു ക്ഷേത്രത്തിന്റെ അവശിഷ്ടം കാണാം. ഒരു കാലത്ത് അതിസമ്പന്നമായിരുന്ന, ജനസമ്പന്നമായിരുന്ന ഒരു നാഗരിക അവശിഷ്ടം അവിടെ കാണാം. വലിയൊരു ക്ഷേത്രാവശിഷ്ടം അവിടെ കാണാം. അതായത് കല്ലുകൊണ്ട് കൊത്തി പണിയെടുത്ത് കഴിപ്പിച്ച വലിയൊരു ക്ഷേത്ര നിർമ്മിതിയുടെ അവശിഷ്ടങ്ങൾ. അതായത് അതിന് തക്കമുള്ള കല്ലുകളൊന്നും അവിടെ ഇല്ല. ആ മലയുടെ മുകളിൽ മറ്റെവിടെ നിന്നോ കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണ് അതിബൃഹത്തായ വലിയൊരു ക്ഷേത്രം. അങ്ങനെ പറയാൻ കാരണം ആ മലയ്ക്ക് കയറിപ്പോകുന്ന സ്റ്റെപ്പായിട്ടും മറ്റു പലയിടങ്ങളിലും പലരുടെ കിണറുകളിലും ഒക്കെ അതിന്റെ കല്ലുകൾ കൊണ്ടുവന്ന് ഇപ്പൊ പടുത്തു വെച്ചിട്ടുണ്ട്. ആർക്കും വേണ്ടാതെ കിടക്കാണ്. വിവരവും ബോധവും വേണ്ടേ? അതൊരു ചരിത്രാവശിഷ്ടമാണ്, അതിനെ സംരക്ഷിക്കണം, അതൊരു ക്ഷേത്രമാണ്, അല്ലെങ്കിൽ അതുപോലെ ഒന്നാണ് എന്ന് ചിന്തിക്കാൻ ഉള്ള ഇത് വേണ്ടേ? അതൊന്നുമില്ല. അപ്പൊ അത് എല്ലായിടത്തും ഉണ്ടാവില്ല. അതുപോലെ ഏതെങ്കിലും ഒരു കാലത്ത് ഈ പറയുന്ന രാമക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത്, ബാബരി മസ്ജിദ് ഇരുന്ന സ്ഥലത്ത് മറ്റേതെങ്കിലും ഒരു മന്ദിരം ഉണ്ടായിരുന്നിരിക്കണം. ആ മന്ദിരം അവർ പണിയെടുപ്പിച്ചു. അന്നത്തെ കാലത്ത് അന്നത്തെ സമൂഹത്തിന് അത് ആവശ്യമായിരുന്നു. ആ മന്ദിരം അവർ നോക്കി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. കുറെ കാലം കഴിഞ്ഞപ്പോൾ അത് പോയി. അവിടെ ആർക്കും ആവശ്യമില്ല, ഒരു ഗുണവുമില്ല, ഒന്നുമില്ലാതെ ആ മന്ദിരം അവിടെ കിടന്നു. അതിന്റെ അവകാശങ്ങൾ ഇല്ലാതായി, ആ നാട്ടുകാർക്ക് ആവശ്യമില്ലാതായി. മറ്റൊരു സമൂഹമായപ്പോഴേക്കും അത് അവർക്ക് ഇല്ലാതായി, കാട് പിടിച്ച് അവസാനം മണ്ണടിഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ പറഞ്ഞ മുസ്ലിം ഭരണാധികാരികൾ വരുന്നത്. അയാൾ ഇങ്ങോട്ട് വന്ന് അത് നോക്കിയപ്പോൾ ഒരു മന്ദിരം പണിയെടുക്കണം തോന്നി. അപ്പൊ കുറച്ച് കല്ലുകളും പുല്ലുകളും കിടക്കുന്നത് കണ്ടു. അതും കൂടി പറക്കി വെച്ച് പുതിയ കുറെ കല്ലുകളും കൊണ്ടുവന്ന് എല്ലാം കൂടെ കൊണ്ടുവന്ന് ഒരു മന്ദിരം ഉണ്ടാക്കിയിട്ടു. അതിനെ പള്ളി എന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ താജ്മഹലിനെ നമുക്ക് പള്ളി എന്ന് പറയാൻ പറ്റും. അതിനുണ്ട് മിനാരവും കുബ്ബയൊക്കെ. നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ പല ക്ഷേത്രങ്ങൾക്കുമുണ്ട്. ഞാൻ ജന്മദേശമായിട്ടുള്ള ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീകൃഷ്ണ കോവിൽ എന്ന് പറഞ്ഞൊരു കോവിലുണ്ട്. അതിനുമുണ്ട് കുബ്ബ. അതിനെ പള്ളി എന്ന് പറയാൻ പറ്റുമോ? കുബ്ബ എന്ന് പറഞ്ഞാൽ ആ ഹാഫ് ഗോളം, പകുതി ഗോളം, അർദ്ധഗോളം എടുത്ത് കമഴ്ത്തി വെച്ചേക്കുന്നത് പോലെ അതിന് മുകളിലേക്ക് ഒരു കൂമ്പാരം ഉണ്ടാവും. അത് തന്നെയാണ് പള്ളീന്റെ മുകളിൽ വെച്ചത്. അതിന്റെ മുകളിൽ ഒരു ചന്ദ്രക്കല വെക്കും. ഇത്രയേ ഉള്ളൂ പള്ളിയും ഈ പറയുന്ന ക്ഷേത്രവും തമ്മിലുള്ള ഒരു വ്യത്യാസം. അതുപോലെ പണ്ട് ഒരു നിർമ്മാണ പ്രവർത്തനം ഈ അയോധ്യ എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയിട്ടുണ്ടാകും, പറയാൻ ഒക്കൂല. അതൊരു പക്ഷേ ഈ പറഞ്ഞതുപോലെ ക്ഷേത്രം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സങ്കല്പവും മറ്റെന്തും ആകാം. ഏതായാലും ഒരു മന്ദിരം അവിടെ ഉണ്ടായിരുന്നിരിക്കും. ആ മന്ദിരം പക്ഷെ പിന്നീട് ആർക്കും വേണ്ടാതെ പൊളിഞ്ഞു പോയി. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ അവിടെ മുസ്ലിം വിഭാഗങ്ങൾ വന്നു, അല്ലെങ്കിൽ അവിടെ അധികരിച്ചു. ആ സമയത്ത് അതിൽ കുറച്ച് ആൾക്കാർക്ക് നിസ്കരിക്കണമെന്ന് തോന്നി. അവരത് ആ മന്ദിരം വൃത്തിയാക്കി എടുത്തിട്ട് അവിടെ നിസ്കാരം തുടങ്ങി. അത്ര തന്നെ. എന്നാൽ ഇന്നത്തെ കാലത്ത് ഫൈസാബാദിൽ ആർക്കെങ്കിലും പള്ളി വേണോന്ന് ചോദിച്ചാൽ വേണ്ടാന്നേ ഞാൻ പറയുള്ളൂ. അതിന് കാരണമുണ്ട്, ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒരല്പം കഴിഞ്ഞ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് വേണ്ടാതെ അവിടെ കിടന്നു, കാട് പിടിച്ച് അവിടെ കിടന്നു, കുറെ കാലം അവിടെ കിടന്നു. പിന്നെ 1-2 പേരെ നിസ്കരിച്ചൊക്കെ കഴിഞ്ഞു. ഇതിനിടയിലാണ് അവിടെയുള്ള ഏതോ കുറെ ആൾക്കാർക്ക് തോന്നിയത് അത് രാമക്ഷേത്രമാണ്. ഉണ്ടായിരിക്കാം, അവിടെ ഏതെങ്കിലും ഒരു ക്ഷേത്രാവശിഷ്ടം മറ്റുണ്ടായിരുന്നിരിക്കും. ഉണ്ടാവുമല്ലോ. അത് തന്നെയാണല്ലോ അത്. പക്ഷെ അതിനെ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്തത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരായിരുന്നു. അന്ന് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു, മറ്റു കാര്യങ്ങളില്ലാതിരുന്നത് ആരും അറിഞ്ഞില്ലായിരുന്നു മാത്രം. കാരണം അത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി അവിടെ രാമക്ഷേത്രം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള വാഗ്ദാനം കൊണ്ട് കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഈ ആധുനിക കാലം എത്തിയപ്പോഴത്തേക്ക്, സോഷ്യൽ മീഡിയയുടെയും മറ്റ് യൂട്യൂബിന്റെ ഒക്കെ കാലം എത്തിയപ്പോഴത്തേക്ക് ഇനി ആ നാടകം നടക്കില്ല എന്ന് മനസ്സിലായി. അവിടെ അവർ നട്ടു വളർത്തിയ ആ മരത്തിന് വിളവെടുപ്പ് BJP നടത്തിയപ്പോൾ അത് ക്ഷേത്രം കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ള അജണ്ട അവർ വെച്ചു. അവിടെയുള്ള ഒരു വോട്ട് കൊടുത്തു, അത് ഉണ്ടാക്കി. ഇനി നാളെ ഒരു പക്ഷേ അവിടെ കുറെ കാലം കഴിയുമ്പോൾ ഹിന്ദുക്കൾ അവിടെ ഇല്ലാതായി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ആരും ഇല്ലാതായി, രാമക്ഷേത്രം നോക്കാനും കാണാനും ആളില്ലാതെ കുറെ കാലം കഴിഞ്ഞ് കാട് പിടിച്ച് നാശമായി പോയിട്ട് പിന്നെ വരുന്ന വീണ്ടും ഒരു മുസ്ലിം സമൂഹം വന്നു കഴിഞ്ഞാൽ അവരെ പഴയ പള്ളിയായിരുന്നു, അതുകൊണ്ട് അത് പൊളിച്ചു കളഞ്ഞിട്ട് വീണ്ടും പള്ളിയാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആക്കിയെന്ന് വരും. പറയാൻ പറ്റും. അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇപ്പോ യൂറോപ്പിലും മറ്റും
ക്രിസ്ത്യൻ പള്ളികൾ, ചില പ്രത്യേക വിഭാഗത്തിന്റെ പള്ളികൾ ആരാധനയ്ക്ക് ആളില്ലാതെ മറ്റു മതസ്ഥർക്ക് വിൽക്കുന്നതായിട്ട് കേട്ടു. അവർ വാങ്ങിയ ശേഷം അവരുടെ ഇഷ്ടത്തിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അവരുടെ ആരാധനയ്ക്കായി അത് ഉപയോഗിച്ചു വരുന്നു എന്ന് പറയുന്നുണ്ട്. നാളെ വീണ്ടും ക്രിസ്ത്യൻ സമൂഹം അവിടെ അധികരിക്കുമ്പോൾ ഈ നേരത്തെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പള്ളി മുസ്ലിം ഭരണാധികാരികൾ അല്ലെങ്കിൽ അവിടെയുള്ളവർ പിടിച്ചെടുത്തുകൊണ്ട് പള്ളിയാക്കി മാറ്റി അതിനെ നമുക്ക് തിരിച്ച് ക്രിസ്ത്യൻ പള്ളിയാക്കണം എന്നാണ് അവർ പ്രചരിപ്പിക്കുന്നെങ്കിൽ അതിനെ കുറ്റം പറയാൻ പറ്റുമോ? ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഇനി എന്തുകൊണ്ടാണ് ഫൈസാബാദിൽ ഒരു പള്ളിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നു എന്നുള്ളത്, ഈ തർക്കമന്ദിരം അവിടെ ഒരു രാമൻ ക്ഷേത്രം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കഅബ എന്ന് പറയുന്നത് മറ്റ് ഒരു ഒന്നായിരുന്നു. അത് പിന്നീട് മുസ്ലിങ്ങൾ പിടിച്ചെടുത്ത ശേഷം അത് കഅബയായി മാറാണ്, അത് വിശ്വാസത്തിന്റെ പ്രതീകമായി മാറുകയാണ്. അല്ലാതെ അത് ആദ്യം അത് മുസ്ലിങ്ങൾ ഉണ്ടാക്കിയല്ലോ. അത് ആരാണ് ഉണ്ടാക്കിയത് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ അറിയാവുന്നതല്ലേ. അപ്പോ അതുപോലെ തന്നെ ഇവിടെ രാമക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അത് ഹിന്ദു വിഭാഗത്തിന്റെ ഒരു വിശ്വാസ കേന്ദ്രമാണെന്നുണ്ടെങ്കിൽ അതിന് തൊട്ടടുത്ത് മറ്റൊരു പള്ളി പണിയെടുക്കാൻ വേണ്ടിയിട്ട്, വലിയ പള്ളി പണിയെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ധനിപ്പൂരിൽ ഒരു വലിയൊരു മസ്ജിദ്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു മസ്ജിദ്, ലോകത്തിലെ ഏറ്റവും വലിയ ഖുർആൻ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മസ്ജിദ്, അത് നിർമ്മിക്കാൻ വേണ്ടി 2 ട്രസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ട്രസ്റ്റ് മാത്രം എന്തേ മുന്നോട്ട് പോയി, പള്ളി ഉണ്ടാക്കുന്ന ട്രസ്റ്റിന്റെ അവിടെ കിടന്നു ആർക്കും വേണ്ടാതായി. നമ്മൾ കേൾക്കുമ്പോൾ എല്ലാം കേൾക്കണമല്ലോ. അവിടെ രാമക്ഷേത്രം ഉണ്ടാക്കുന്ന ട്രസ്റ്റ് ക്ഷേത്രപ്പണിയുമായി മുന്നോട്ട് പോയി, പള്ളി ഉണ്ടാക്കുന്ന ട്രസ്റ്റ് അവിടെ മൂലയ്ക്ക് കിടന്നു. അതാണ് ഇപ്പോൾ വീണ്ടും ധനിപ്പൂരില് ബാബരി മസ്ജിദിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. അത് വാർത്തയാകുന്നില്ല. പക്ഷെ ഇവിടെ വരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഏത് ഭാഗവും എവിടെ കുഴിച്ചു നോക്കിക്കഴിഞ്ഞാലും എന്തെങ്കിലും പഴയ വിശ്വാസാചാരങ്ങളുടെ അവശിഷ്ടം കിട്ടുമെന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരം അത്രത്തോളം പഴയതായതുകൊണ്ടാണ്. അത് കേരളത്തിൽ കുഴിച്ചു നോക്കിയാൽ മതി, എവിടെ കുഴിച്ചു നോക്കിയാലും മതി. കാരണം ഓരോ ഇഞ്ചിലും ആരെങ്കിലും ഒക്കെ താമസിക്കാതെ കാലം കടന്നു പോയിട്ടില്ല. ഒരു കൊല്ലമോ ഒരു നൂറ്റാണ്ടോ 1000 വർഷം മുമ്പല്ലല്ലോ ഇവിടെ മനുഷ്യവാസം ആരംഭിച്ചത്. അതിന് മുമ്പുണ്ടല്ലോ. അവരുടെ തലമുറകൾ ഇവിടെ വസിച്ചിരുന്നു, ഇവിടുന്ന് കൊഴിഞ്ഞുപോയി, പിന്നെ അത് മണ്ണിന്റെ ഇടയിലായി. വീണ്ടും കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മളിവിടെ കുടിയേറി വനം വെട്ടിത്തെളിച്ച് നമ്മൾ വീണ്ടും ഇവിടെ താമസിക്കുകയാണ്. ഇപ്പോ അഞ്ചലിനടുത്ത്, അത് തിരുവനന്തപുരം കൊല്ലം ജില്ലയിലെ പത്തനംതിട്ട ജില്ലയാണെന്ന് തോന്നി. ഇപ്പോൾ അവിടെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് കോട്ടിക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കോട്ടിക്കൽ, അവിടെ ഒരു ഗുഹാക്ഷേത്രമുണ്ട്. എന്റെ ചെറുപ്പകാലത്ത് ഞാനാണത് മീഡിയകൾ, പത്രങ്ങളിൽ എഴുതി അത് ജനശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ഇന്ന് പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് ക്ഷേത്രമുള്ളത്. ഒറ്റപ്പാറ കൊണ്ട്, പാടത്തൊരു ഒറ്റപ്പാറയിൽ ഒരു ഗുഹാക്ഷേത്രം, 2 റൂമുകളുണ്ട്, ഗണപതി വിഗ്രഹമുണ്ട്, 2 സിംഹം കാവലായിരിക്കുന്നുണ്ട്, അതുപോലെ 3 തൂണുകളുണ്ട്, 2 റൂമുകളുണ്ട്, 2 കുളങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടി ഒരു ഒറ്റ പാറയാണ്. ഒരു പാറയിൽ കൊത്തി ഉണ്ടാക്കിയ അത്ഭുതമാണ്. അതൊരു കാലത്ത് അത്തരത്തിലുള്ള സൃഷ്ടികൾ ഒരുപാട് ഉണ്ടായിട്ടില്ലേ? നമുക്കറിയാമല്ലോ, വടക്കേന്ത്യയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എത്രയെല്ലാം അത്ഭുതങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു. അപ്പോൾ ഏതെല്ലാം സംസ്കാരങ്ങൾ കഴിഞ്ഞ്, ഏതെല്ലാം ജീവിതങ്ങൾ കഴിഞ്ഞ്, എന്തെല്ലാം ചരിത്രങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. 1000, 1500 കൊല്ലം, 2000 കൊല്ലം മുമ്പ് വന്നിട്ടുള്ള വെറും ഈ മതങ്ങള്, ഈ പറഞ്ഞ ക്രിസ്തു മതവും അത്ര പോലും പഴക്കമില്ലാത്ത ഇസ്ലാം മതവും, ഇവരെല്ലാവരും കൂടെ വന്നിട്ട് ഞങ്ങളാണ് ഇവിടുത്തെ കൊമ്പത്തെന്ന് പറയാൻ പറ്റില്ല. അതിനു മുമ്പ് കൊമ്പത്തുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. ആ പറയുന്നവർക്കും അവകാശപ്പെടാൻ പറ്റില്ല. അതിനു മുമ്പും വേറെ കൊമ്പത്തുള്ളവർ ഉണ്ടായിരുന്നിരിക്കണം. അപ്പോ ഇവിടുത്തെ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് അപ്പുറം ഉണ്ടായിരുന്ന വിഭാഗങ്ങളുടെ വിശ്വാസ ആചാരങ്ങൾ ഏകദേശം ഒരുപോലെ ആയിരുന്നത് കൊണ്ട് അത് ബുദ്ധനായാലും ജൈനനായാലും ഹിന്ദു ആയാലും ആരായാലും അവരുടെ എല്ലാ ക്ഷേത്രാവശിഷ്ടങ്ങളും എവിടെ നോക്കിക്കഴിഞ്ഞാലും ഏകദേശം ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ട് ആണ് ഞാൻ പറഞ്ഞത്, ഭാരതത്തിന്റെ ഏത് ഭാഗത്തും പാർലമെന്റ് ആയാലും കുഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകും എന്തെങ്കിലും ഒരു അവശിഷ്ടമെന്ന്. അതുകൊണ്ട് സർവേ എന്ന് പറയുന്നത് വെറും പ്രഹസനമാണ്, അതിസംസ്കാരമാണ്. എവിടെ ഒരു പള്ളി ഉണ്ടാക്കിയാലും അവിടെ മാദ്യം നോക്കിയാൽ അതിൻ്റെ ഇടയിൽ ഒരു ചരിത്രാവശിഷ്ടം കാണും. അതുകൊണ്ട് അത് ക്ഷേത്രം പൊളിച്ചു കഴിഞ്ഞിട്ട് അവിടെ പള്ളി ഉണ്ടാക്കി എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ഒന്നേ ചെയ്യാൻ പറ്റൂ, നമ്മൾ അറിയുന്ന കാലം, ആ അറിയുന്ന ഒരു കാലത്ത് അവിടെ എന്തായിരുന്നു, ആ കാലത്തിന് മുമ്പുള്ളവർ അത് അങ്ങനെ ചെയ്തു, ഇന്നുള്ളവർ നമുക്ക് അതനുസരിച്ചിട്ട് നമുക്ക് കഴിഞ്ഞു പോകാം. അതായിരുന്നു നല്ലത്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ അയോധ്യയിലെ രാമക്ഷേത്ര പണി പോലും വേണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. എന്ന് വെച്ചാൽ രാമക്ഷേത്രം വേണ്ടെന്നല്ല തന്നെ അർത്ഥം. നമ്മുടെ ഈ ആധുനിക കാലത്ത് അത്തരത്തിലൊരു നമ്മുടെ വിശ്വാസാചാര പ്രകാരം ഒരു ക്ഷേത്രം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു പള്ളി ഉണ്ടാക്കാൻ വേണ്ടി മറ്റൊരാൾ ആരാധിക്കുന്ന ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു മന്ദിരം പൊളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, അവിടെ നമ്മൾ പ്രതിഷ്ഠ നടത്തിയാൽ മതി, അല്ലാതെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ശബരിമലയിൽ 1995 ഞാൻ പോയിട്ടുള്ളത്. ഞാൻ 95 ശബരിമല പടി ചവിട്ടി കയറി ചെല്ലുമ്പോൾ അതിന് മുകളിൽ ചെല്ലുമ്പോൾ തത്വമസി എന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. എന്താണെന്ന് എന്നെ പോലെ നിങ്ങൾക്കും അറിയാമല്ലോ എന്താണ് എഴുതി വെച്ചേക്കുന്നുള്ളത്. അപ്പൊ ഇതാണ് ഇതിന്റെ വസ്തുത. ദൈവം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതക്കാർക്ക് സ്വന്തമൊന്നുമല്ല, പലരും പല പേരിൽ വിളിക്കുന്നു എന്നേ ഉള്ളൂ. അത് ഒരു മതം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പഴയകാല ഹൈന്ദവ വിശ്വാസികൾ, ഹൈന്ദവ വേദഗ്രന്ഥ വിശ്വാസികൾ, അവർ മുസ്ലിങ്ങളാണെന്ന് വെച്ചാൽ ആണ്. അത് മുസ്ലിങ്ങളുടെ ഖുർആൻ അനുസരിച്ച് അവരും മുസ്ലിങ്ങളാണ്. അപ്പോ സ്വാഭാവികമായും ഈ മതക്കാരെല്ലാവരുടെയും പ്രവൃത്തിയും അവരുടെ വിശ്വാസവും ഒന്നായതുകൊണ്ട്
ഇപ്പോ ജെറുസലേമിൽ ചെല്ലുന്നത് പോലെ, ബൈത്തുൽ മുഖദ്ദസിൽ ചെല്ലുന്ന പോലെ ഒക്കെയാണ് കാര്യങ്ങൾ. മുമ്പ് ഒരുപക്ഷെ ഈ ആ കാലത്ത് ഇവിടെ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കും അയോധ്യയും അതുപോലെ ഈ മറ്റുള്ള ഭാഗങ്ങളെല്ലാം അവർക്കും പുണ്യ സ്ഥലമായിരിക്കും. അതങ്ങനെയാണ്. കാരണം അന്നുള്ള ഒരു വിശ്വാസം, അവർ പിന്മുറക്കാരാണ് ഇപ്പോൾ. അന്നത്തെ പ്രവാചകന്മാരെ പേര് മാറ്റിയെന്നുള്ളൂ. ഇപ്പൊ മൂസ എന്ന് പറയുന്നതിനെ മോശ എന്ന് വിളിക്കുന്നു, ഈസ എന്നതിനെ യേശു എന്ന് വിളിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇത്ര വ്യത്യാസമേ ഉള്ളൂ. മുസ്ലിങ്ങൾ അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികൾ അങ്ങനെ വിളിക്കുന്നു. അത് ഒരുപക്ഷെ ജൂതന്മാരത് മറ്റൊരു കോലത്തിൽ വിളിക്കുന്നു. എല്ലാം ഒന്ന് തന്നെയല്ലേ ആണ്. അപ്പോൾ അത് ഞങ്ങളുടെ പ്രവാചകനാണ് എന്ന് അവകാശപ്പെട്ടു കഴിഞ്ഞാൽ എന്താ ഇപ്പൊ കഥ? അതുപോലെയാണ് ഇവിടെ ഓരോ മതങ്ങളും തമ്മിൽ അടിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഭൂരിഭാഗം വരുന്ന ഇന്നത്തെ നമ്മൾ ഹിന്ദുക്കൾ എന്ന് വിശേഷിക്കപ്പെടുന്ന അവരുടെ പുരാതന തലമുറ, ആ തലമുറയിൽപ്പെട്ടവരുടെ ആ വിശ്വാസം മാറി അവരൊരു പക്ഷേ കുറച്ചുപേര് മുസ്ലിങ്ങളായിട്ടുണ്ടാവും, കുറച്ചുപേര് ക്രിസ്ത്യാനികളായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവരുണ്ടാക്കി വെച്ചതാണ്. അല്ലാതെ ഇവിടെ ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അതിന് മുൻ തലമുറ അവരെന്തെങ്കിലുമൊക്കെ നിർമ്മിച്ചിട്ടുണ്ടാവും. അത് അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ക്ഷേത്രമോ അല്ലെങ്കിൽ അന്നത്തെ മറ്റെന്തെങ്കിലും മന്ദിരമോ ഒക്കെ രൂപമാറ്റം വരുത്തിയിട്ടുണ്ടാകും. അതൊക്കെ സ്വാഭാവികം. അപ്പൊ അത് അങ്ങനെ മാറ്റങ്ങൾ വരുത്തി അവരുടെ പുതിയ വിശ്വാസ സംഹിതയിലേക്ക് വന്നപ്പോൾ അത് ആധുനിക കാലത്ത് നമ്മളതൊരു വിഭാഗം അങ്ങനെ മാറ്റം വരുത്തിയതാണ്. അവർ അമ്പലം പൊളിഞ്ഞ് പള്ളി പണിഞ്ഞതാണ്, അല്ലെങ്കിൽ പള്ളി പൊളിച്ച് അമ്പലം പണിഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് തമ്മിലടിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തല തല്ലി പൊളിക്കാമെന്നല്ലാതെ യാതൊരു ഉപയോഗമില്ല എന്നുള്ള തിരിച്ചറിവില്ലെങ്കിൽ പിന്നെ ഈ ലോകത്ത് മനുഷ്യനായിട്ട് ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് ഇന്ത്യയല്ലേ? ഒരുപാട് മതവിഭാഗങ്ങളിൽ എല്ലാ മതവും ഇവിടെ ഒന്നാണ്. 4 തലമുറ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ വല്യപ്പനൊക്കെ മിക്കവാറും വല്ല ചക്രനാരായണനോ ഗോവിന്ദൻകുട്ടിയോ ആരെങ്കിലും ആയിരിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ടെന്നേ. ആർക്കാ കാര്യത്തിൽ സംശയമുള്ളത്? ഞാൻ പരിചയപ്പെട്ട ഒട്ടുമിക്കവരുടെ അവസ്ഥ അതാണ്. കൃത്യമായ തലമുറ അറിയാവുന്ന ഒരു കുടുംബമുണ്ട്. അവരുടെ മുത്തച്ഛന്റെ മുത്തച്ഛൻ, അവരുടെ മകൻ മുസ്ലിമായി, മുത്തച്ഛന്റെ മുത്തച്ഛൻ ഹിന്ദുവാണ്. ആ മുതുമുത്തച്ഛന്റെ തറവാട്ട് പേരിൽ തന്നെയാണ് ഇന്നും അവര് അറിയപ്പെടുന്നത്. ആ തറവാട്ട് പേരിൽ അറിയപ്പെടുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉണ്ട്, അവർ കുടുംബക്കാരാണ്. അപ്പൊ അതാണ് നമ്മുടെ ഭാരതത്തിന്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷേത്രം പൊളിച്ചിട്ട് പള്ളി പണിയുന്നതോ പള്ളി പൊളിച്ചിട്ട് ക്ഷേത്രം പണിയുന്നതോ അല്ല വിശ്വാസമൊന്നും. പരസ്പരം ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കുന്നതാണ്. ഒരു കാലത്ത് നമ്മുടെ മുൻ തലമുറക്കാർ അന്നത്തെ സാഹചര്യം അനുസരിച്ച് അവരവിടെ പള്ളി വേണമെന്നോ അല്ലെങ്കിൽ അമ്പലം വേണമെന്നോ ഒക്കെ തീരുമാനിച്ചുവെന്നും അല്ലാതെ മനഃപൂർവ്വം ആരും ഒന്നും പൊളിച്ച് എവിടെയും പണിഞ്ഞിട്ടില്ല എന്നും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ സൗകര്യം അനുസരിച്ച് സാഹചര്യം അനുസരിച്ചിട്ട് പള്ളിയാണോ ക്ഷേത്രമാണോ ഏതാ വേണ്ടത് എന്ന് വെച്ചാൽ സാഹോദര്യത്തോടെ രണ്ടുപേരും കൂടെ ചേർന്ന് നിർമ്മിച്ചുകൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ആരാധിച്ച് വിശ്വസിച്ച് ജീവിക്കുന്നതാണ് നല്ലത്. ആ നിലയ്ക്ക് പോകുന്നതിന് പകരം ഇങ്ങനെ കിടന്ന് തലതല്ലി കീറുന്നതും അതിന്റെ പേരിൽ അന്യന്റെ ആരാധനാലയം എന്ന് പറയുന്നിടത്ത് കയറി കൈകടത്താൻ ശ്രമിക്കുന്നതും ഒക്കെ ലജ്ജാകരമെന്നേ പറയാനുള്ളൂ. അല്ലാതെ എന്താ പറയാൻ? ഇത് പരിഷ്കൃത സമൂഹമാണ്. 2024 ജീവിക്കുന്ന വിവരവും വിവേകവുമുള്ള ഒരു തലമുറയാണ് ഇത്തരത്തിൽ വിവരം കെട്ടവരായി മാറിപ്പോകുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ പെരുമാറുന്നതെന്ന് ചിന്തിക്കുമ്പോഴാണ് സങ്കടം. Different angles. Don't forget to subscribe and support this channel.